എവിടെയാണ് സായി? ഹലോ. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ യാത്രയുടെ ഒരു ഭാഗങ്ങൾ തന്നെയാണ് വീണ്ടും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദുബൈയിലെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ എത്താറാകുമ്പോൾ ഹീലിയിൽ വന്നു. നമ്മൾ അവിടെ എക്കോസ്ട്രെയിൻ അൽ ഹീലി എക്കോസ്ട്രെയിൻ സെൻറ്റർ എന്നാണ് ഇതിന് പറയുക. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എക്കോസ്ട്രെയിൻ എന്ന് വെച്ചാൽ അശ്വരൂഢൻ, സർക്കസിൽ കുതിരപ്പുറത്ത് അഭ്യാസങ്ങൾ കാണിച്ച് ഉപജീവനം നടത്തുന്നവർ എന്നൊക്കെ ഇതിൻ്റെ അർത്ഥമുണ്ട്. അൽ ഹീലിയിലെ കുതിരസവാരി എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളവിടെ നമ്മളെ ഫാമിലി ആയിട്ട് നമ്മൾ അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ കുതിരകൾ, പിന്നെ ഒരുപാട് ഒരു ചെറിയൊരു സൂ എന്ന് വേണമെങ്കിൽ പറയാം, മൃഗശാല എന്നൊക്കെ പറയാം. കുതിരകൾ, മയിൽ, പിന്നെ ഒട്ടകപ്പക്ഷി, അതുപോലെ തന്നെ ആമ, മുയൽ, മാന്, പിന്നെ അതുപോലെ കുറേ ജീവികൾ ഉണ്ട് അവിടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ പോയാൽ അത് ഫ്രീ ആണ്. അവിടെ ചാർജൊന്നുമില്ല. നമുക്ക് അവിടെ നിന്ന് ക്യാരറ്റ് കിട്ടും. അത് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് നമുക്ക് ഇവർക്ക് ഒരുവിധം എനിമൽസ് ഇല്ലാതെ കഴിക്കുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് കുതിരയായാലും ശരി, പിന്നെ മാനായാലും മറ്റുള്ള അവിടെയുള്ള മുയൽ, അതുപോലെ ആമ, എല്ലാം അങ്ങനെയുള്ള ഒരുവിധം അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ക്യാരറ്റ് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ കുതിരപ്പുറത്തുള്ള സവാരിക്ക് അതിന് ചെറിയൊരു പൈസ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ മോട്ടോർ സൈക്കിളിൻ്റെ നമുക്ക് പൈസ കൊടുത്ത് ഒരു ഇത്ര മിനിറ്റ് വെച്ചിട്ട് ടൈമുണ്ട്, അത് നമുക്ക് ഓടിക്കാം. കുട്ടികൾക്ക് ഓടിക്കാം, വലിയവർക്ക് ഓടിക്കാം. കുതിരപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ സവാരി ചെയ്യാം. അതിനൊക്കെ ചെറിയൊരു ചാർജ് ഉണ്ട്. ബാക്കിയെല്ലാം ഫ്രീ ആണ് അവിടെ. അപ്പോൾ അങ്ങനെ ഫാമിലികളും ഒക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പറയുക അൽ ഹീലി എക്കോസ്ട്രെയിൻ സെൻറ്റർ. അപ്പോൾ അവിടെ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് ഒന്നാം പെരുന്നാളിൽ ദുബൈയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ അലയിലേക്ക് വരുമ്പോൾ നമ്മളവിടെ പോയ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 4-5 കുതിരകളുണ്ട് അവിടെ. പിന്നെ ഒരു കുട്ടിക്കുതിരയുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടിക്കുതിരയാണ് അവിടുത്തെ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ളൊരു എനിമൽസ് തോന്നുന്നു. എല്ലാം ഒന്നിനോടൊന്ന് മെച്ചം തന്നെയാണ്. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവിടെ നമുക്ക് വന്ന് കാണാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ചയാണ് അവിടെ. ഒരു മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു റിലാക്സായിട്ട്, ഒരു പ്രകൃതി രമണീയമായ രീതിയിൽ തന്നെ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ക്യാരറ്റൊക്കെ വാങ്ങി കുതിരകൾ തന്നെയാണ് അത്യാവശ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ എനിമൽസ് വരുന്നുണ്ട്. മാനും മയിലും അതുപോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള മുയലുകൾ, വളരെ വലിയ ആമ, ചെറിയ ആമയുണ്ട്, വലിയ ആമയുണ്ട്. എന്തായാലും ഒരു നമുക്കത് രസിക്കാനും അത് എൻജോയ് ചെയ്യാനും പറ്റുന്നൊരു സാഹചര്യമാണ് അൽ ഹീലി എക്കോസ്ട്രെയിൻ സെൻറ്റർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അലയിലൊക്കെ വരുന്ന ആളുകൾ ഈ ഒരു ചാൻസ് കളയണ്ട, ഉപയോഗപ്പെടുത്താം. ദുബൈയിൽ നിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അലൈൻ ടൗണിൽ വന്ന് കയറുന്നതിന് മുന്നേ ഹീലിയിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ കിട്ടുന്നതായിരിക്കും. അലൈനിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അലൈനിൽ നിന്ന് തന്നെ ഹീലി വരെ പോയി ഹീലിയിലെത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം നമുക്ക് കാണാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ, വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവിടെ അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാന്, പിന്നെ മയിൽ, അതുപോലെ തന്നെ അതിൽ തന്നെ ചെറിയ ഒരു തരം ആട് ഉണ്ട്, പിന്നെ വലിയ ഒട്ടകപ്പക്ഷി ഉണ്ട്. അപ്പോൾ നമ്മളവിടെ കൂടിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അവർ ഓടി വരും. കാരണം അവർക്ക് എന്തെങ്കിലും നമ്മൾ കൊടുക്കും എന്നവർക്ക് അറിയാം. അപ്പോൾ ഈ ക്യാരറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടും ക്യാരറ്റ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവരും അത് വന്ന് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കും. ആ ഒരു കാഴ്ച വളരെ നല്ലൊരു മനോഹരമാണ്. ആ കാഴ്ച കണ്ട നമ്മളോട് ചെല്ലുമ്പോഴത്തേനും അവർക്കറിയാം നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അവരോട് വന്ന് അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് കഴിക്കും. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു ആട്. ഏത് നാട്ടിലത്തെ ആടാണെന്ന് അറിയില്ല, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായ രീതിയിലുള്ള ഒരു
ഒരു ചെറിയ മ്യൂസിയം എന്നൊക്കെ സൂ എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ കുതിര അശ്വരൂഢൻ ഇക്വസ്ട്രെയിൻ സർക്കസിൽ കുതിരപ്പുറത്ത് അഭ്യാസങ്ങൾ കാണിച്ച് ഉപജീവനം നടത്തുന്നവരുടെ ഒരു ഇതാണ് അവിടെ ശരിക്കും ഉള്ളത്. പക്ഷെ ഇപ്പോൾ അവിടെ അങ്ങനെ അഭ്യാസം കാണിക്കുന്നവരൊന്നും അവിടെ കണ്ടില്ല. നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കാമെന്ന് മാത്രം. ഇത് അതിനും കൂടിയിട്ടാണ് അതവരവിടെ ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ആദ്യത്തിൽ. പക്ഷെ നമ്മൾ ആദ്യത്തിൽ നിന്ന് അവിടെ പോയിട്ടില്ല. എന്തായാലും ചെറിയ ചെറിയ അവധി ലീവൊക്കെ കിട്ടുന്ന ആളുകൾക്ക് അവിടെ പോയി അത് കാണാനും ആസ്വദിക്കാനൊക്കെ നല്ലൊരു സ്ഥലമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളവിടെ ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചിലവഴിച്ചു. ചൂട് സമയമാണെങ്കിൽ പോലും നമുക്കവിടെ അത്ര ഒരു ചൂട് ഫീൽ ചെയ്തില്ല. കാരണം അവിടുത്തെ ഒരു സാഹചര്യങ്ങൾ അവിടെ അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം. എനിമൽസിനും കൂടി ഉള്ളൊരു വെയിൽ, ചൂട് പോലത്തെ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അത്ര വലിയ ചൂട് നമുക്കത്ര തോന്നിയില്ല അവിടെ. ഇതാണ് ആ ഭീമൻ ഒട്ടകപ്പക്ഷി. നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോഴത്തേനും ഓടി വന്ന് അതിൻ്റെ വളരെ ശക്തിയോടുകൂടി തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാരറ്റ് പിടിച്ചു വാങ്ങിയത്. 2 എണ്ണം ഉണ്ട് ഒട്ടകപ്പക്ഷി. എനിക്ക് തോന്നുന്നു ഒന്നൊരു ആണും ഒന്നൊരു പെണ്ണും ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാരറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒച്ച വയ്ക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. പെട്ടെന്നാണ് വലിച്ചെടുക്കുക. ചിലപ്പോൾ നമുക്ക് കയ്യിൽ കൊത്തുകൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ മലയിൽ വരുന്ന ആളുകൾക്ക് ഈ ഒരു കാഴ്ച ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കി വെച്ചിട്ടുണ്ട്. മാക്സിമം ആളുകൾ ഉപയോഗപ്പെടുത്തുക. വീണ്ടും പുള്ളി ഇനിയും ക്യാരറ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ഒട്ടകപ്പക്ഷി. അപ്പുറത്ത് മാനും നല്ല മനോഹരമായ മാനും മയിലും ഒക്കെ ഉണ്ട്. അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. മയിലിതാ പറന്ന് മുകളിലേക്ക് കയറി. ഇനിയിപ്പോൾ കാണുന്നത് മുയലാണ്. നല്ല മനോഹരമായ നല്ല വെളുത്ത കളറിലുള്ള മുയലുകൾ. അതിനോടൊപ്പം തന്നെ 2-3 ആമകൾ. അവർക്കും ക്യാരറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട്. അവർക്ക് ഒരു ഇഷ്ട ഭക്ഷണമായിട്ട് തോന്നുന്നു ക്യാരറ്റ്. അതായത് വലിയ 2 ആമകൾ, ഭയങ്കര ഭീമൻ ആമ എന്ന് വേണമെങ്കിൽ പറയാം. 2 പേരും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർക്കും ക്യാരറ്റ് കൊടുത്താൽ അവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പെരുന്നാൾ യാത്രയിൽ എടുത്ത ഭാഗങ്ങളായിരുന്നു. അപ്പോൾ അതായത് മോട്ടോർ സൈക്കിളിൽ നമുക്കത് പൈസ കൊടുക്കണം. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയൊരാൾക്കും കൂടി അതിലിരിക്കാം. അത്യാവശ്യം ഓടിക്കാറിയുന്നവർക്ക് കുഴപ്പമില്ല. ചെറിയ കുട്ടികൾക്ക് ഇത്ര ഓടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വലിയൊരാൾക്കും കൂടെ ഇരുന്നിട്ട് നമുക്കത് ഓടിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.